നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക കണ്ണുണ്ട്. എന്തിലും ഏതിലും രാഷ്ട്രീയം കാണുന്നൊരു കണ്ണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ കസർത്തായാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ആകമാനമുണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അത്ര ബോധവാന്മാരല്ല, നമ്മളെ ആരും ബോധവാന്മാരാക്കിയിട്ടുമില്ല. വലിയ റിയൽ എസ്റ്റേറ്റ് ബൂമാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. 4 ഘട്ടങ്ങളിലായുള്ള തുറമുഖ പദ്ധതിക്കായി 18,000 കോടി ചെലവഴിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇതിന് 8,867 കോടി സംസ്ഥാന സർക്കാരും 2,454 കോടി അദാനി ഗ്രൂപ്പും കേന്ദ്രവിഹിതമായി 817 കോടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടും 795 കോടി മൂലധന നിക്ഷേപ വായ്പയുമായാണ് ഉള്ളത്. പദ്ധതി ആരംഭിക്കുമ്പോൾ സർക്കാരിന് ലഭിക്കുക GST വിഹിതം മാത്രമാണ്. 2034 1% ലാഭവിഹിതം ലഭിക്കും. തുടർന്ന് ഓരോ വർഷവും 1% തോതിൽ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്ന അടിസ്ഥാന വികസനമാണ് കേരളത്തിൻ്റെ നേട്ടം. തൊഴിലവസരങ്ങളാണ് കേരളത്തിൻ്റെ നേട്ടം. ഈ അവസരത്തെ പരമാവധി ഉപയോഗിക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ ഓൾറെഡി തുടക്കം കുറിച്ചു കഴിഞ്ഞു.